എടാ ഗോലി, നീ ഇന്ന് തിയേറ്ററിൽ കാണിച്ചു തന്നത് നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. നിന്നെ പോലെയുള്ള സുഹൃത്ത് ഈ 2 മീറ്റർ ഏരിയയിൽ എവിടെയും കാണില്ല. 2 മീറ്ററോ? ഈ ലോകത്തില് എവിടെയും കാണില്ല, അങ്ങനെയാ പറയേണ്ടത്. ഞാൻ ലോകം കണ്ടിട്ടുണ്ട്. നിന്നെ പോലെ നല്ലവരും ദയാലുവായ ആൾക്കാരുണ്ട്. നിന്നെ പോലെയല്ല, നിന്നെക്കാളും നല്ല ആൾക്കാരുണ്ട് ഈ ലോകത്തില്. തിയേറ്ററിലാണെങ്കിൽ ഭയങ്കര ഇരുട്ടായിരുന്നല്ലേ? തുടക്കം മുതൽ ആരോ എന്നെ ചൊറിയുന്നുണ്ടായിരുന്നു. നിന്നെയാണോ ചൊറിഞ്ഞത്? അതല്ലേ ഞാൻ നോക്കുന്നത്. മണിക്കൂറുകളായിട്ട് ഞാൻ ചൊറിയുന്നുണ്ട്, പക്ഷെ എന്റെ ചൊറിച്ചിൽ മാറുന്നില്ല. ആ, അത് കുഴപ്പമില്ല. നിന്റെ ചൊറിച്ചിൽ കൊണ്ട് എനിക്ക് ഇക്ലിയാവുന്നുണ്ടായിരുന്നു. തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരും ഞാൻ ധൈര്യശാലിയാണെന്നാ വിചാരിച്ചേ. നോക്കൂ, ഹൊറർ സിനിമ കണ്ട് ചിരിക്കുന്നു. ഭയങ്കര ധൈര്യശാലി തന്നെ. കണ്ടോ, സൈക്കിളിന് പോലും നിന്റെ സംസാരം കേട്ടിട്ട് പിടിക്കുന്നില്ല. ഇനി ഈ കാട്ടിൽ ആരാ ചെയിൻ ശരിയാക്കുന്നത്? ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ എന്റെ ടൂൾ ബോക്സ് മാമനെ വിളിക്കാം. പുള്ളിക്ക് ചെയിൻ നന്നാക്കുന്ന ജോലിയാ. എന്തു പറ്റി? ഇപ്പഴാ ഓർമ്മ വന്ന, പുള്ളിക്ക് സൈക്കിൾ ചെയിന്റെ പണിയല്ല, ഗോൾഡ് ചെയിന്റെ പണിയാ. ആ, എന്റെ ചുറ്റിക മാമനെ വിളിക്കാം. പുള്ളിക്ക് ചെയിനിന്റെ പണി തന്നെയാ. ഇപ്പൊ എന്തു പറ്റി? ഇപ്പഴാ ഓർമ്മ വന്ന, പുള്ളിക്കാരന്റെ ട്രെയിനിലെ ചെയിന്റെ പണിയാ. ടു സ്റ്റോപ്പ് ദ ചെയിൻ, പുൾ ദ ചെയിൻ. അതാ പുള്ളിയുടെ ഒരു ലൈൻ. ആ, എന്റെ ടയർ കോച്ചത്തിന് സൈക്കിൾ ചെയിൻ ശരിയാക്കുന്ന ജോലിയാ. എന്താ, നമുക്ക് പുള്ളിക്കാരനെ വിളിച്ചാലോ? ഇപ്പൊ എന്താടാ പറ്റിയത്? നിന്റെ അമ്മാവൻ പണി മതിയാക്കിയോ? അതല്ല, എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. ഞാൻ ഫോൺ എടുത്തില്ല. എടാ, രാവായാലും പകലായാലും നീ നോൺസെൻസേ പറയത്തുള്ളൂ. നിക്ക്, ഞാൻ സഹായം ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. എടാ മണ്ട, നീ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോന്ന്? ഞാനുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്, പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. സഹായത്തിന് മറ്റാരെങ്കിലും വിളിക്കാം. ഈ രാത്രി അയാളുടെ വീട്ടിൽ തങ്ങിയിട്ട് രാവിലെ ആയുടൻ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അത് വിട്, നമുക്ക് ഈ രാത്രി തന്നെ പോകാം. കാട്ടിൽ ഒരുപാട് പാമ്പുകളുണ്ട്. അതിന് കാലില്ലെങ്കിലും വേഗത്തിൽ ഓടി വന്ന് നമ്മളെ കടിക്കും. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, വളരെ നല്ലൊരു കാര്യമാ. ഈ കാട്ടില് ശാന്തി ധർമ്മശാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങിയാലോ? ആഹാ, എവിടെയാണ് ശാന്തി ധർമ്മശാല? വന്നാലും 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 നിങ്ങൾക്ക് മൂവർക്കും സ്വാഗതം. എണീക്ക്. നമ്മുടെ ഗോലി നേരി കാണാൻ ബോറാണെങ്കിലും കണ്ട ഉറക്കമൊന്നും വരില്ല കേട്ടോ. ആഹാ, ശാന്തി ധർമ്മശാലയിൽ അതിഥികൾ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ കൊതുകും ഈച്ചയും കൃമികീടങ്ങളും പുലിയും കടുവയൊക്കെ വരാറുള്ളൂ. സിംഹം വരാറുണ്ടോ? ആ, ഇന്ന് കുറച്ചു മുമ്പ് ഒരെണ്ണം വന്നായിരുന്നു. ഒരു ചൊല്ലുണ്ട്, കാതിൽ ബീം ബീം അടിക്കുന്നവൻ ആരോ അവനാണ് ഈച്ച. ബാക്കിയുടെ പറ. ഹലോ സഹോദര, ബാക്കി ലൈൻ എന്താ? കാതിൽ ബീം ബീം അടിക്കുന്നവനാണ് ഈച്ച. തക്കം പാർത്ത് പൊരിച്ച മീൻ കക്കുന്നവനാണ് പൂച്ച. ഓ, ഇത് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പെട്ടെന്നൊന്ന് റൂം തരുമോ? ഏത് ബെഡാ വേണ്ടേ? സിംഗിൾ ബെഡോ ഡബിൾ ബെഡോ? എനിക്ക് മാത്രം ഡബിൾ, ഇവർക്ക് രണ്ടുപേർക്കും സിംഗിൾ ബെഡ്. നിനക്ക് ഡബിൾ ബെഡ്, നമുക്ക് രണ്ടുപേർക്കും സിംഗിൾ ബെഡ് അല്ലേ? കണ്ടോ, ഇവരും അങ്ങനെ പറയുന്നത്. എനിക്ക് ഡബിൾ ബെഡ്, ഇവർക്ക് സിംഗിൾ ബെഡ്. ഞാൻ നിന്നോട് ചോദിച്ചതാ. ഇതൊക്കെ നേരത്തെ ചോദിക്കട്ടെ. എനിക്ക് ഡബിൾ ബെഡ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും സിംഗിൾ ബെഡ്. ഇതാ റൂമിന്റെ ചാബി. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. ശ്രദ്ധ വേണം. ദേ, ഇവൻ വീണ്ടും ഉറങ്ങിയല്ലോ. വാ, നമുക്ക് ഉറങ്ങാൻ പോവാ. 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ധർമ്മശാലയിൽ ആരെങ്കിലും വരുന്നത്. ഈ ധർമ്മശാലയിൽ ആരുമില്ലാത്ത കാരണം ഭൂതമായി എനിക്ക് ഇടക്കിടക്ക് പേടി തോന്നാറുണ്ട്. ഏതെങ്കിലും ഭൂതം വന്നാലോ എന്ന്.
ഇവന്മാരെ ഞാൻ ഇന്ന് പേടിപ്പിച്ചൊരു വഴിയാക്കും. ഇവന്മാരിരുന്നാലും പേടി കൊണ്ട് ഇവരുടെ രോമം എഴുന്നേറ്റ് നിൽക്കും. അയ്യോ, എനിക്ക് തന്നെ പേടി വരുന്നുണ്ട് കേട്ടോ. എന്റെ കൂട്ടുകാരനായിട്ട് നിനക്ക് ഇത്ര പേടിയോ? ഒരു തവണ എന്റെ വീട്ടിൽ ഇതേപോലെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. വല്ല ഭൂതം വന്നതായിരിക്കും അല്ലേ? അല്ലടാ, എന്റെ കൂളർ അങ്കിള് വന്നതാ. ഭയങ്കര സ്പീഡിൽ കാറ്റടിച്ചിട്ട് എന്റെ വീട് അവിടുന്ന് പറന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയി. ഊ, ഓ, ഊ. നോക്കൂ, കാവൽക്കാരന്റെ പണി നോക്കൂ. പോയി പുറത്ത് നിൽക്കൂ. പോ. ഞാൻ കാവൽക്കാരനല്ല, ഭൂതമാണ്, ഭൂതം. ദേ, എന്റെ അമ്മാവൻ മെമ്പറാണ്, ഇടിച്ച് പഞ്ഞിക്കിടും. നിന്നെ പോലുള്ള കമ്പിളി വലിച്ചു കീറി എന്റെ അമ്മാവൻ കുർത്ത പൈജാമ ഉണ്ടാക്കാറുണ്ട്. ആഹാ, എന്റെ കത്രിക ചേച്ചിയും കമ്പിളി കീറാറുണ്ട്. കമ്പിളി കീറി 2 മിനിറ്റ് കൊണ്ട് കർച്ചീഫാക്കും. ഓഹോ, നിങ്ങളെ അപ്പോ അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇതെന്നാ നമ്മൾ താഴോട്ട് പോകുന്നത്? നമ്മൾ ലിഫ്റ്റിലാണോ? എടാ, വായുവില് പൊങ്ങുകയാണ്. ഇങ്ങനെ എന്റെ കുടുംബത്തില് ആർക്കും ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇത് ശരിക്കുമുള്ള ഭൂതമാണ്. ദേ നോക്ക്, അങ്ങോട്ട് കണ്ണാടിയിലേക്ക് നോക്ക്. ആ, ഞാൻ ഹാൻസം ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിന്നെ കാണുന്നുണ്ട്, പക്ഷേ കമ്പിളിയെ കാണുന്നില്ല. ഭൂതമാണെന്ന് നിന്റെ അമ്മാവനെ വിളിക്കടാ. വിളിക്കാം, പക്ഷെ നിയമത്തിനേക്കാൾ വലിയ കൈകളാ ഭൂതത്തിന്റേത്. അമ്മാവന്റെ കളി നടക്കില്ല, ഭൂതത്തിന്റെ കളിയാ നടക്കുള്ളൂ. എടാ, ഈ അവസരത്തിൽ എനിക്ക് 2 വാക്കുകളാ ഓർമ്മ വരുന്നത്. ഏതൊക്കെ വാക്കുകൾ? ഇവിടെ നിന്ന് ഓടിക്കോ. എടാ, അത് 3 വാക്കുണ്ടല്ലോ. മനുഷ്യനെ ഇവിടെ പേടിച്ച് പണ്ടാറടങ്ങി ഓടുമ്പോഴാവും വാക്കുകൾ എണ്ണുന്നത്. ചേട്ടാ, ഈ ധർമ്മശാല എന്ത് വലുതാ. നമ്മൾ 2 കിലോമീറ്റർ ഓടി, എന്നിട്ടും എത്തുന്നില്ലല്ലോ. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാ അവിടെ തന്നെ നിൽക്കുന്നേ. നിങ്ങൾ 3 പേരെ ഞാൻ വിഴുങ്ങും. എങ്ങനെ? സോസ് വെച്ചിട്ടാണോ ചമ്മന്തി വെച്ചിട്ടാണോ? ചമ്മന്തി വെച്ചിട്ട്. ഏത് ചമ്മന്തി? പച്ചയാണോ ചുവപ്പാണോ? ചുവപ്പ് ചമ്മന്തി. ചുവപ്പാണെങ്കിൽ തക്കാളിയുടെ ഉണ്ട്, മുളകിന്റെ ഉണ്ട്. നിങ്ങൾ ഏത് വെച്ചിട്ടാ കഴിക്കുന്നത്? ഞാൻ ഭൂതമാണ്, അല്ലാതെ നിന്റെ ഹോട്ടലിൽ വന്നവനല്ല. ആ ഗോലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എടാ, വാതിലോർക്ക് വേഗം, ഇവിടെ ഭൂതമുണ്ട്. ഒന്ന് തുറക്കടാ. എന്റെ ഡോർനെറ്റ് കുഞ്ഞമ്മയുടെ ഡോറ് തുറക്കലാ തുറക്കൽ. നിർത്ത്. എനിക്ക് പേടിച്ചിട്ട് എന്റെ അമ്മൂമ്മ ഓർമ്മ വരുന്നു. അപ്പോഴാ നിന്റെ ഒരു കുഞ്ഞമ്മ. തുറക്കടാ. 3 വരെ എണ്ണും. അതിനു മുന്നേ വാതിൽ തുറക്കണം. ഇല്ലെങ്കിൽ ഞാൻ റൂമിൽ ലഡ്ഡു നിറയ്ക്കും. ഈ ലഡ്ഡു നല്ല സാധനമാണല്ലോ. ലഡ്ഡുവിന്റെ മണമടിച്ച് ഉറുമ്പുകൾ വരും, അത് നിങ്ങളെയും തിന്നും. ഡോറ് തുറക്ക്. ഈ ഭൂതം എത്ര മണ്ടനാണ്. കമ്പിളി ഭൂതമാണെങ്കിൽ കഥകിന് അടിയിൽ കൂടി വരാമല്ലോ. നീ ഭൂതമൊക്കെയാ ശരി തന്നെ, പക്ഷെ നീ എന്റെ ഐഡിയ മോഷ്ടിച്ചു. അല്ലെങ്കിൽ നിന്റെ എല്ലാ ഐഡിയയും എനിമി ഫ്രണ്ട്ലി ആണല്ലോ. നീ ഞങ്ങളെ പഠിപ്പിക്കുന്നോ? നിന്റെ കമ്പിളി വലിച്ചു കീറിയില്ലെങ്കിൽ എന്റെ പേര് രാജേഷ് എന്നല്ല. അതിന് നിന്റെ പേര് ലെട്ടാന്നല്ലേ? എടാ, അത് നമുക്കറിയാം, പക്ഷെ ഭൂതത്തിന് അറിയില്ലല്ലോ. അവൻ പിന്നീട് പ്രതികാരം രാജേഷിനോട് വീട്ടിക്കോളും. അയ്യോ, സോറി. നീ എന്താ പറയാത്തത് നീയാണെന്ന്? എടാ, അത് ഞാൻ എങ്ങനെ പറയും? നിന്റെ കൈ എന്റെ വായിക്കകത്തല്ലായിരുന്നോ?
രക്ഷിക്കൂ രക്ഷിക്കണേ. ഏ സ്വപ്നമായിരുന്നോ? സ്വപ്നമായിരുന്നോ? ആ സ്വപ്നമായിരുന്നു. രക്ഷിക്കണേ. ഏ വീണ്ടും അതേ സ്വപ്നം തന്നെ കണ്ടു. ഒരു ചൊല്ലുണ്ടല്ലോ, വടയെ പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തവും കൊളുത്തിപ്പടാ. അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവൻ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുക. ഇനി രക്ഷപ്പെടാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ. ഓഹോ, അലമാരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണോ 3 പേരും? ഇപ്പൊ കാണിച്ചു തരാം എന്റെ കളി. അയ്യോ രക്ഷിക്കൂ. ഇതാരാ? എന്നെക്കാളും വലിയ ഭൂതം വന്നോ ധർമ്മശാലയിൽ? ഇനിമേലെ ആരെങ്കിലും പേടിപ്പിച്ചാലുണ്ടല്ലോ, നിന്റെ കമ്പിളിയിൽ ഞാൻ തീയിടും. എന്റെ തെറ്റെന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നോട് ക്ഷമിക്കൂ. ഇനി മുതൽ ഈ ധർമ്മശാലയിൽ നീയാണ് രാജാവ്. ഞാൻ ഏതെങ്കിലും ആണിയിൽ തൂങ്ങിക്കിടന്നോളാം. കണ്ടോ ഞാൻ എങ്ങനെയാ ആ കമ്പിളി ഭൂതത്തിനെ ഓടിച്ചെന്ന്? ഇനി നമുക്ക് സുഖമായി പോയി കിടന്നുറങ്ങാം. നിങ്ങളെ കണ്ടതിലും നിങ്ങളോട് സഹകരിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. രാവിലെ വരെയുള്ള റൂമാണ്. ദാ രാവിലെ ആയി. ഇങ്ങോട്ട് നോക്കൂ. 3 × 3 = 9. ഇനി ഇവിടെ നിന്നാൽ ഓരോ മിനിറ്റിനും നിങ്ങൾ തരേണ്ടി വരും ഫൈൻ.